ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സാമ്പത്തിക വർഷം അവസാനിച്ചിട്ടും കരാറുകാർക്ക് തുക ലഭിക്കാത്തത് സർക്കാരിനെ സംബന്ധിച്ച് നാണക്കേടാണ്. സാമ്പത്തിക പ്രതിസന്ധി കാരണം ട്രഷറികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനാൽ കൂടുതൽ തുക ലഭിക്കണമെങ്കിൽ അതിനുള്ള അനുമതി നേരത്തെ വാങ്ങണം. അത് വാങ്ങാതെ കരാറുകാരെ കഷ്ടപ്പെടുത്തുന്നത് നീതീകരിക്കാനാവില്ല. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. TP വധക്കേസിൽ CBI വരില്ലെന്ന് CPM ആശ്വസിക്കേണ്ടെന്ന് പ്രതിരോധ മന്ത്രി AK ആന്റണി. CPMന്റെ ആഹ്ലാദം അവർ പ്രതികളാണെന്നതിന് തെളിവാണെന്നും ആന്റണി. UDFന് പശ്ചിമഘട്ട മേഖലയിൽ ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ്. ട്രഷറി നിയന്ത്രണത്തിന്റെ പേരിൽ CPMും സർക്കാരും ഏറ്റുമുട്ടുന്നു. ജില്ലാ ട്രഷറി ഉപരോധിക്കാനെത്തിയവരിൽ മേയറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും. വാർത്തകൾ വിശദമായി. പശ്ചിമഘട്ട മേഖലയിൽ UDFന് ഒരു സീറ്റും ലഭിക്കില്ലെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ്. കസ്തൂരി രംഗൻ റിപ്പോർട്ട് പുരാവസ്തുവാണെന്ന KM മാണിയുടെയും ജനവാസ കേന്ദ്രങ്ങളെ മുഴുവൻ ഒഴിവാക്കിയതായുള്ള AK ആന്റണി, ഉമ്മൻചാണ്ടി എന്നിവരുടെയും വെളിപ്പെടുത്തലുകൾ പശ്ചിമഘട്ട മേഖലയിലെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളുമെന്നും PC തോമസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആ നിയമം അനുസരിച്ച് ഒരു കാരണവശാലും മേജർ കൺസ്ട്രക്ഷൻസ്, മേജർ റെസ്റ്റോറേഷൻസ് ഇവയൊന്നും പാടില്ല. അവ വേണം എന്നുണ്ടെങ്കിൽ ആ കമ്മിറ്റിയുടെ മുമ്പാകെ അപേക്ഷ കൊടുക്കണം. ആ കമ്മിറ്റി അപേക്ഷ അനുവദിച്ചാൽ മാത്രമേ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള മേജർ കൺസ്ട്രക്ഷൻസ് പറ്റൂ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സോവറിനിറ്റി തന്നെ, നമ്മുടെ പരമാധികാരം തന്നെ, ഭാരതത്തിന്റെ പരമാധികാരം തന്നെ അടിയറ വയ്ക്കുന്ന ഒരു നടപടിയിലേക്ക് പോയപ്പോൾ ആ കമ്മിറ്റിയുടെ ചട്ടങ്ങളനുസരിച്ചാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കാരണം ജനങ്ങളുടെ അനുമതിയോടെയാണ് എങ്കിൽ പ്രശ്നമില്ല. പക്ഷെ അതല്ല എന്നുള്ളത് കൊണ്ട് മലയോര പ്രദേശത്തെ ജനങ്ങൾ ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പിൽ അവർക്കെതിരായിട്ട് നിലപാടുകൾ സ്വീകരിച്ച കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അനുകൂലമായിട്ട് ഒരു നിലപാട് സ്വീകരിക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. ബിൽ തുക അനുവദിക്കാത്തതിന്റെ പേരിൽ കോഴിക്കോട് കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് അധികൃതർ ജില്ലാ ട്രഷറി ഉപരോധിച്ചു. തിങ്കളാഴ്ച രാത്രിയാണ് മേയറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ട്രഷറി ഉപരോധിച്ചത്. സാമ്പത്തിക വർഷം തിങ്കളാഴ്ച അവസാനിച്ചിട്ടും കോടികളുടെ ബിൽ തുക പാസാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീലയും മേയർ AK പ്രേമജവും ഉൾപ്പെടെയുള്ളവർ ജില്ലാ ട്രഷറി ഉപരോധിച്ചത്. തിങ്കളാഴ്ച രാത്രി 7 മണിയോടെയാണ് CPM ജനപ്രതിനിധികൾ സിവിൽ സ്റ്റേഷനിലെ ട്രഷറിക്ക് മുന്നിൽ ഉപരോധം തുടങ്ങിയത്. ജീവനക്കാരെ പുറത്തുകടക്കാൻ അനുവദിക്കാതിരുന്ന ജനപ്രതിനിധികൾ പദ്ധതി വിഹിതത്തിന്റെ 50% നൽകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ട്രഷറി നിയന്ത്രണമുള്ളതിനാൽ ഇത്രയും തുക നൽകാൻ കഴിയില്ലെന്നായിരുന്നു അധികൃതരുടെ പക്ഷം. ട്രഷറി ജീവനക്കാരെ പ്രാഥമിക ആവശ്യത്തിന് പോലും പുറത്തുപോകാൻ അനുവദിക്കാത്തതിനെ തുടർന്ന് ജീവനക്കാരും സമരക്കാരും തമ്മിൽ ചെറിയ തോതിൽ വാക്കുതർക്കവുമുണ്ടായി. തുടർന്ന് പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. രാത്രി 10 മണിയോടെ സ്ഥലത്തെത്തിയ പ്രദീപ് കുമാർ MLA സമരക്കാരുമായി ചർച്ച നടത്തി. ഒടുവിൽ 11 മണിയോടെ ഉപരോധ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ബിൽ തുക ഭാഗികമായി നൽകാമെന്ന് ട്രഷറി അധികൃതർ സമ്മതിച്ചതായി ജനപ്രതിനിധികൾ പറഞ്ഞു. മേയറെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയും കൂടാതെ ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ്, കൌൺസിലർമാരായ CK രേണുകാദേവി, P സുജൻ, MP ഹമീദ്, V സുധീർ, P രജനി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി NP ഷക്കീർ. തെരഞ്ഞെടുപ്പ് വാർത്തകൾ. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ CBI അന്വേഷണം ഉണ്ടാവില്ലെന്ന് കരുതി ആരും അമിതമായി ആഹ്ലാദിക്കേണ്ടതില്ലെന്ന് പ്രതിരോധ മന്ത്രി AK ആന്റണി പറഞ്ഞു.
CPM നേതാക്കൾക്ക് കൊലപാതകത്തിൽ പങ്കുണ്ടെന്നതിന് അവരുടെ ആഹ്ലാദത്തെക്കാൾ വലിയ തെളിവ് വേണോ എന്നും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്നും ആന്റണി ചോദിച്ചു. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ ദില്ലി ചലോ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു AK ആന്റണി. TP ചന്ദ്രശേഖരൻ വധക്കേസ് ഏറ്റെടുക്കില്ലെന്ന CBI നിലപാടിനെ പടക്കം പൊട്ടിച്ചും പായസം വിതരണം ചെയ്തുമാണ് CPM നേതാക്കൾ ആഘോഷിക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രി AK ആന്റണി കുറ്റപ്പെടുത്തി. ഹൈക്കോടതിയുടെ തീരുമാനപ്രകാരവും ഭരണ പ്രതിപക്ഷങ്ങളുടെ താൽപര്യപ്രകാരവുമാണ് കേസ് CBIക്ക് വിട്ടത്. ഏതെങ്കിലും വാടക കൊലയാളികളും പ്രാദേശിക നേതാക്കളും ആലോചിച്ചാണ് ചന്ദ്രശേഖരനെ കൊല ചെയ്യാൻ തീരുമാനിച്ചതെന്ന് ആരും കരുതില്ല. എന്നാൽ കേസ് ഏറ്റെടുക്കുന്നില്ലെന്ന CBIയുടെ അറിയിപ്പ് വന്ന ശേഷം CPM നേതാക്കൾ നടത്തിയ ആഹ്ലാദ പ്രകടനങ്ങൾ അമ്പരപ്പിച്ചെന്നും കൊലപാതകത്തിൽ അവർക്ക് പങ്കുണ്ടെന്നതിന് ഇതിൽ പരം തെളിവ് വേണോ എന്നും ആന്റണി ചോദിച്ചു. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ ദില്ലി ചലോ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു AK ആന്റണി. ഇന്നത്തെ പ്രഖ്യാപനം വന്നു പൊട്ടിച്ചിരിക്കുകയാണ്, ആഹ്ലാദിക്കുകയാണ്. ഇതിനേക്കാൾക്കുള്ള ആവശ്യമുണ്ട് ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ പങ്കിനെ കുറിച്ച്. ഇതിനേക്കാൾ കൂടുതൽ സാഹചര്യ തെളിവുകൾ വേണോ എന്നാണ് എന്റെ ചോദ്യം. അവരുടെ പ്രതികരണങ്ങൾ തന്നെ, അവരുടെ ആഹ്ലാദപ്രകടനം തന്നെ വ്യക്തമായ തെളിവാണ്. ചന്ദ്രശേഖരൻ കൊലക്കേസ്, ആ കൊലപാതകം കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെ നടന്ന കൊലപാതകമാണ്. CBIയുടെ കാര്യത്തിൽ CPM നേതാക്കളെ താക്കീത് ചെയ്യാനും ആന്റണി മറന്നില്ല. എനിക്കൊന്നേ അവരോട് പറയാനുള്ളൂ, അധികമായി അമിതമായി ആഹ്ലാദിക്കാൻ വരട്ടെ, ഒന്നിനും അവസാനമാക്കായിട്ടില്ല. എത്ര മൂടി വെച്ചാലും സത്യം പുറത്തു വരും, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ കൂടി കത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് CBIക്ക് വിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. CBI ഈ ആവശ്യം നിരസിക്കുകയും സർക്കാർ പുതിയ അപേക്ഷ നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ VS പുതിയ കത്ത് നൽകുമോ എന്നും ആന്റണി ചോദിച്ചു. കേന്ദ്രത്തിൽ ഒരു കക്ഷിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിയില്ല. അതേസമയം കഴിഞ്ഞ 2 തവണത്തേതുപോലെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണി രാജ്യം ഭരിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് താങ്കളുടെ പേര് പരിഗണിക്കുമോ എന്ന ചോദ്യത്തിന് തനിക്ക് അത്തരം ഭ്രാന്തൻ സ്വപ്നങ്ങളില്ലെന്ന് ആന്റണി മറുപടി പറഞ്ഞു. ഞാൻ അത്ര വിവരക്കെട്ടിടത്തിലല്ല, അങ്ങനെയുള്ള ഒരു ഭ്രാന്തൻ സ്വപ്നങ്ങളൊന്നും എനിക്കില്ല. ഞാൻ വളരെ യാഥാർത്ഥ്യം, എന്റെ പരിമിതികൾ എനിക്കറിയാം. യോഗ്യനല്ലാത്ത എനിക്ക് ബോധ്യമുണ്ട്. എനിക്ക് എന്റെ പരിമിതികൾ മറ്റാരേക്കാൾ എനിക്കറിയാം. അത് തന്നെയാണ് എന്റെ ശക്തി. DCC പ്രസിഡന്റ് KC അബു, കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, വൈസ് പ്രസിഡന്റ് MP രാമചന്ദ്രൻ തുടങ്ങിയവരും മുഖാമുഖത്തിൽ പങ്കെടുത്തു. ഇരു മുന്നണികളുടെയും അഭിമാന പോരാട്ടം നടക്കുന്ന കോഴിക്കോട് മണ്ഡലത്തിൽ പൊടിപാറിയ മത്സരമാണ് ഇത്തവണ. ഇരു രാഘവന്മാരുടെ പോരാട്ടം കൊണ്ട് ശ്രദ്ധേയമായ മണ്ഡലത്തിൽ മികച്ച സ്ഥാനാർത്ഥിയെയാണ് BJP രംഗത്തിറക്കിയത്. തെരഞ്ഞെടുപ്പിൽ അരങ്ങേറ്റം കുറിക്കുന്ന SDPIയും പ്രചാരണ രംഗത്ത് ഏറെ മുന്നേറിക്കഴിഞ്ഞു. 5 വർഷം മുൻപത്തെ MK രാഘവനല്ല ഇപ്പോൾ UDFന് വേണ്ടി വോട്ട് തേടുന്ന MK രാഘവൻ. അന്ന് കോഴിക്കോട്ടുകാർക്ക് അപരിചിതനായിരുന്നെങ്കിൽ ഇന്ന് ഒരു പഞ്ചായത്ത് അംഗത്തെ എന്ന പോലെ സുപരിചിതനാണ് ഈ കണ്ണൂർക്കാരൻ. 2 തവണ നിയമസഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട MK രാഘവന്റെ ആദ്യ പാർലമെന്റ് പരീക്ഷണമായിരുന്നു 2009-ലേത്. അന്ന് LDF സ്ഥാനാർത്ഥിയായ PA മുഹമ്മദ് റിയാസിനെതിരെ 838 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ച് വിജയക്കൊടി നാട്ടിയ MK രാഘവൻ ഇത്തവണ കൂടുതൽ ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. MK രാഘവനെ പോലൊരു സ്ഥാനാർത്ഥിയെ നേരിടാൻ മികവുറ്റ എതിരാളി തന്നെ വേണമെന്ന ചിന്തയാണ് LDFന്റെ അന്വേഷണം A വിജയരാഘവനിലെത്തിയത്. എപ്പോഴും സാധാരണക്കാർക്കൊപ്പമെന്ന് സൽപ്പേരുള്ള ഈ മലപ്പുറത്തുകാരൻ ഇടതുപക്ഷത്തു നിന്നും വഴുതിമാറിയ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന ദൃഢനിശ്ചയത്തിലാണ് പ്രചാരണം കൊഴുപ്പിക്കുന്നത്. 1/4 നൂറ്റാണ്ട് മുൻപ് വിജയരാഘവന്റെ ആദ്യ പാർലമെന്റ് പ്രവേശനം തന്നെ മറ്റൊരു രാഘവനെ പരാജയപ്പെടുത്തിയായിരുന്നു. 1989-ൽ പാലക്കാട് മണ്ഡലത്തിലെ സിറ്റിംഗ് MP കോൺഗ്രസിലെ S വിജയരാഘവനെ പരാജയപ്പെടുത്തിയായിരുന്നു ആ അരങ്ങേറ്റം. 1991-ൽ VS വിജയരാഘവനോട് തന്നെ 15,000-ൽ പരം വോട്ടിന് തോൽക്കേണ്ടിയും വന്നു. 98-ലും 2004-ലും രാജ്യസഭാംഗമായി. ഇപ്പോൾ CPM കേന്ദ്ര കമ്മിറ്റി അംഗവും കർഷക തൊഴിലാളി യൂണിയൻ ദേശീയ സെക്രട്ടറിയുമാണ് A വിജയരാഘവൻ. CPMലൂടെ പ്രവർത്തനം തുടങ്ങി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃനിരയിലെത്തിയ CK പത്മനാഭനെയാണ് ശക്തമായ ത്രികോണ മത്സരം സൃഷ്ടിക്കാൻ പാർട്ടി കോഴിക്കോട്ടേക്ക് നിയോഗിച്ചിരിക്കുന്നത്. CKP എന്ന ത്രയാക്ഷരിയിൽ അറിയപ്പെടുന്ന പത്മനാഭൻ കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരം സ്വദേശിയാണ്. 2 തവണ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. പാലക്കാട്, തിരുവനന്തപുരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ നിന്ന് ലോക്സഭയിലേക്കും മഞ്ചേശ്വരം, കുന്നമംഗലം എന്നിവിടങ്ങളിൽ നിന്ന് നിയമസഭയിലേക്കും CKP നേരത്തെ മത്സരിച്ചിട്ടുണ്ട്.
SDPI രൂപീകരിച്ച ശേഷമുള്ള ആദ്യ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. കോഴിക്കോട് മണ്ഡലത്തിൽ മുസ്തഫ കൊമേരിയാണ് കരുത്തുറ്റ സാന്നിധ്യം അറിയിക്കാൻ പാർട്ടി രംഗത്തിറക്കിയിരിക്കുന്നത്. ഫറൂഖ് കോളേജിൽ നിന്ന് ബിരുദം നേടിയ ശേഷം കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടി ഇപ്പോൾ MBA ചെയ്തു വരികയാണ് ഈ യുവ സ്ഥാനാർത്ഥി. ഇടതു വലതു മുന്നണികളുടെ തലതിരിഞ്ഞ നയങ്ങളിലും BJP സൃഷ്ടിക്കുന്ന ഭീഷണിയിലും ഊന്നിയുള്ളതാണ് പ്രചാരണം. ആദ്യ തെരഞ്ഞെടുപ്പായിട്ടും പ്രചാരണ മേഖലയിൽ പാർട്ടിക്ക് ഏറെ മുന്നേറാൻ സാധിച്ചതായി SDPI പ്രവർത്തകരും സ്ഥാനാർത്ഥിയും ചൂണ്ടിക്കാട്ടുന്നു. RMPക്ക് വേണ്ടി അഡ്വക്കേറ്റ് NP പ്രതാപ് കുമാറും ആം ആദ്മിക്ക് വേണ്ടി KP രതീഷും മണ്ഡലത്തിൽ ജനവിധി തേടുന്നുണ്ട്. സാമൂതിരിയുടെ മണ്ണിൽ ആര് വിജയക്കൊടി നാട്ടുമെന്നറിയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വർഗീയ ധ്രുവീകരണത്തിലൂടെ പ്രധാനമന്ത്രിയാകാൻ ശ്രമിക്കുന്ന വ്യക്തികളെയും കക്ഷികളെയും തുരത്താനും കേരളത്തിൽ അക്രമ രാഷ്ട്രീയത്തിന്റെ പതാകവാഹകരെ പരാജയപ്പെടുത്താനും ഈ തെരഞ്ഞെടുപ്പ് വിനിയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി AK ആന്റണി ആവശ്യപ്പെട്ടു. UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു AK ആന്റണി. കേരളം മാറിയതറിയാതെ പഴയ പാട്ടും പാടി തകരപ്പെട്ടിയുമായി നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വരും കാലങ്ങളിൽ കാഴ്ച ബംഗ്ലാവിൽ പോയി നോക്കേണ്ട അവസ്ഥ വരുമെന്ന് കോൺഗ്രസ് നേതാവ് AK ആന്റണി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുടുചോര രാഷ്ട്രീയം കുഴിച്ചുമൂടുന്ന തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ UDF തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ രംഗത്തുള്ള മോദി രാജ്യത്തെ ഭിന്നിപ്പിച്ച് അധികാരത്തിൽ വരാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ കുരുക്ഷേത്ര യുദ്ധമാണ്. രണ്ട് നയങ്ങൾ തമ്മിലുള്ള യുദ്ധം. വ്യത്യസ്തതകളുള്ള ഇന്ത്യയുടെ ഐക്യം നിലനിർത്തുന്ന നയവും വർഗീയ ധ്രുവീകരണ ശക്തികളെ ഭിന്നിപ്പിക്കൽ നയവും തമ്മിലുള്ള മഹായുദ്ധമാണിവിടെ. ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് 4 അയൽപ്പക്കത്തേക്ക് പോലും അടുപ്പിക്കാതിരിക്കാൻ കോൺഗ്രസ് MPമാരെ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തിക്കാൻ UDFന് വോട്ട് ചെയ്യണമെന്നും ആന്റണി അഭ്യർത്ഥിച്ചു. കൊല ചെയ്യേണ്ട ആളിന്റെ പേരും കൊല ചെയ്യേണ്ട സമയവും നിശ്ചയിക്കുന്ന സമ്പ്രദായം കേരളത്തിൽ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കണം. കൊലപാതക രാഷ്ട്രീയം കേരളത്തിന്റെ നമ്മുടെ മണ്ണിൽ ആഴത്തിൽ കുഴിയെടുത്ത് 6 അടി മണ്ണിൽ ആഴത്തിൽ കുഴിച്ചു മൂടേണ്ട കാലമാണ്. അതാണ് ഈ ഇലക്ഷന്റെ മുദ്രാവാക്യം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമ രാഷ്ട്രീയത്തെ അക്രമം കൊണ്ടല്ല നേരിടേണ്ടത്, കൊലയ്ക്ക് കൊലയല്ല വേണ്ടത്. കൊലപാതക രാഷ്ട്രീയം നേരിടേണ്ടത് ഇതുപോലെ നിർണായകമായ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൊലപാതക രാഷ്ട്രീയത്തിന്റെ പതാകവാഹകന്മാരെ തൊപ്പിയിടിക്കുക, അതാണ് ചെയ്യേണ്ട കാര്യം. ഉമ്മർ പാണ്ടികശാല അധ്യക്ഷം വഹിച്ചു. മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ഇബ്രാഹിം സിറാജ് സേട്ട്, അഡ്വക്കേറ്റ് P ശങ്കരൻ, N സുബ്രഹ്മണ്യൻ, MC മായിൻ ഹാജി, MK രാഘവൻ എന്നിവർ സംസാരിച്ചു. MT പത്മ, TPM സാഹിർ, അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, അഡ്വക്കേറ്റ് ജയന്ത്, PV ഗംഗാധരൻ, DCC പ്രസിഡന്റ് KC അബു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളുമായി നിഷിത സുരേഷ്. Galaxy made of ABS material. ഒഴുകും സംസ്കൃതി നദികളിതിലെ സുജലാം സുഫല ഇവ ഇഴകൾ കലരുമൊരു മന്ദ. Celebrate the most beautiful moments in your life with Malabar Gold and Diamonds. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. LD ക്ലർക്ക് നിയമനത്തിൽ കോഴിക്കോട് ജില്ലയിൽ സർക്കാർ വഞ്ചനാപരമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് LD ക്ലർക്ക് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ. ഉദ്യോഗാർത്ഥികളോട് വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ച ജനപ്രതിനിധികൾക്കെതിരെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു. അടുത്ത LD ക്ലർക്ക് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള പരീക്ഷ 2014 ജനുവരി മാസത്തിൽ നടന്നു കഴിഞ്ഞു. ഈയൊരു സാഹചര്യത്തിൽ നിയമനം ലഭിക്കുന്നത് സംബന്ധിച്ച് കടുത്ത ആശങ്കയിലാണ് ഉദ്യോഗാർത്ഥികൾ. ഉദ്യോഗാർത്ഥി സമൂഹത്തിന്റെ ആശങ്കകൾ നിരന്തരം ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും മുഴുവൻ പേർക്കും നിയമനം ലഭിക്കുമെന്ന ഉറപ്പ് മാത്രമാണ് ലഭിച്ചത്. എന്നാൽ ഈ ഉറപ്പിന് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലെന്ന തിരിച്ചറിവിലാണ് പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതെന്ന് LD ക്ലർക്ക് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ലിസ്റ്റിൽ നിന്ന് ഓപ്പൺ മെറിറ്റാണ് 800-ൽ പുറത്തു പോയിട്ടുണ്ട്. ഇതിൽ 259 ഓപ്പൺ മെറിറ്റ് ആണ് പോയത്. അത് തന്നെ ശരിക്കും പറഞ്ഞാൽ 92 പേര് NJD വന്നതിന്റെ പേരിലാണ് പിന്നെ കുറച്ച്
നീങ്ങിയത്. 42ഓളം ആൾക്കാരെ തസ്തിക മാറ്റം വഴി വന്നവരാണ്. ഈ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടായിരുന്ന കഴിഞ്ഞ 2 വർഷം ആകെ നടന്നത് 421 നിയമനങ്ങളാണ്. എന്നാൽ ഇതേ കാലയളവിൽ എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് 100ൽ പരം ആശ്രിത നിയമനങ്ങൾ ജില്ലയിൽ നടന്നിട്ടുണ്ട്. പല പഞ്ചായത്തുകളിലും താൽക്കാലിക ജീവനക്കാരാണ് ഇപ്പോൾ LD ക്ലർക്ക് തസ്തികയിൽ ജോലി ചെയ്യുന്നത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഉൾപ്പെടെ വിരമിച്ച ജീവനക്കാർ LD ക്ലർക്ക് തസ്തികയിൽ ഇപ്പോഴും ജോലിയിൽ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ വർഷങ്ങളോളം പഠിച്ചും കാത്തിരുന്നും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട സാധാരണക്കാരായ ഞങ്ങൾക്ക് പ്രത്യക്ഷ സമരപരിപാടികളല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് LD ക്ലർക്ക് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി. കളക്ടറേറ്റ് ഉപരോധവും മരണം വരെ നിരാഹാരവും അടക്കമുള്ള പരിപാടികളുമായി മുന്നോട്ടു പോകും. ഉദ്യോഗാർത്ഥികളോട് വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ച ചില ജനപ്രതിനിധികൾക്കെതിരെ ഈ പൊതുതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനാണ് തീരുമാനമെന്നും ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു. വേനൽ ചൂടിൽ നഗരത്തിൽ എത്തുന്നവർക്ക് ആശ്വാസമായി സൗജന്യ സംഭാര വിതരണം. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് നടത്തിവരാറുള്ള സംഭാര വിതരണം റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലും മെഡിക്കൽ കോളേജ് പരിസരത്തുമാണ് ഒരുക്കിയിരിക്കുന്നത്. ലിങ്ക് റോഡിലെ സംഭാര വിതരണം മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വേനൽ ചൂടിന്റെ കാഠിന്യമേറിയതിൽ പിന്നെ നഗരത്തിൽ എത്തുന്നവർക്ക് ആശ്വാസം നൽകുന്നത് വഴിയോര കച്ചവടങ്ങളിൽ നിറസാന്നിധ്യമായ വത്തക്കള്ളവും മുസമ്പിയും മറ്റു ശീതളപാനീയങ്ങളുമാണ്. നഗരത്തിലെ ഗതാഗതക്കുരുക്കും അതിൽ പരം വെല്ലുന്ന ചൂടും ഉഷ്ണവും എല്ലാം യാത്രക്കാരെ തളർത്തുമ്പോൾ വില എത്രയായാലും പ്രശ്നമില്ല, ഈ പാനീയങ്ങളെ അകത്താക്കുക തന്നെയാണ് രക്ഷ. എന്നാൽ വേനൽ ചൂടിൽ നഗരത്തിൽ എത്തുന്നവർക്ക് ഒരു ആശ്വാസമാവുകയാണ് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിന്റെ സാമൂഹ്യ സേവന പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ 8 വർഷമായി വർഷം തോറും നടത്തിവരുന്ന സൗജന്യ സംഭാര വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലും മെഡിക്കൽ കോളേജ് പരിസരത്തുമാണ് സംഭാര വിതരണം നടക്കുന്നത്. മിൽമയുടെ സഹകരണത്തോടെ 5000 പാക്കറ്റ് സംഭാരമാണ് ഇവിടങ്ങളിൽ വിതരണം ചെയ്യുക. 15 ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്കായി ബാങ്ക് ചെലവിടുന്നത്. രാവിലെ 11:30 മുതൽ തന്നെ സംഭാര വിതരണം ആരംഭിക്കും. മെയ് അവസാനം വരെ വിതരണം തുടരും. ലിങ്ക് റോഡിൽ ആരംഭിച്ച സംഭാര വിതരണത്തിന്റെ ഉദ്ഘാടനം മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ നിർവഹിച്ചു. ബാങ്ക് ചെയർമാൻ CN വിജയകൃഷ്ണൻ, വൈസ് ചെയർമാൻ TM വേലായുധൻ, ഡയറക്ടർ പീതാംബരൻ, PN സുരേഷ് ബാബു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ലോക ഓട്ടിസം ദിനത്തിന്റെ ഭാഗമായി ഏപ്രിൽ 2-ന് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കും. രാവിലെ പോലീസ് ക്ലബ്ബിൽ ഓട്ടിസം പുനരധിവാസം എന്ന വിഷയത്തിൽ സെമിനാർ നടത്തും. വൈകിട്ട് 5 മണിക്ക് വോക്ക് ഫോർ ഓട്ടിസം പോലീസ് ക്ലബ്ബ് പരിസരത്തു നിന്നും ആരംഭിക്കും. ഏപ്രിൽ 2-ന് ലോക ഓട്ടിസം ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ചു വരികയാണ്. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ്, IMA, ബ്ലഡ് ഡോണേഴ്സ് ഫോറം, വിഷ് കോഴിക്കോട്, ആശാ കിരൺ സ്കൂൾ, റോഷി സ്പെഷ്യൽ സ്കൂൾ എന്നിവർ സംയുക്തമായി ലോക ഓട്ടിസം ദിനത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. രാവിലെ 10 മണി മുതൽ കോഴിക്കോട് പോലീസ് ക്ലബ്ബിൽ നടക്കുന്ന പരിപാടികളിൽ ഓട്ടിസം പുനരധിവാസം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും. സെമിനാറിൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി മെന്റലി ചലഞ്ചിലെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ ഡോക്ടർ MK ജയരാജ്, ദുബായ് ഓട്ടിസം സെന്റർ സ്പീച്ച് തെറാപ്പിസ്റ്റ് ഫമിദ ഷാജിദ്, KE സഫിയ, ഓട്ടിസം സെന്റർ പ്രിൻസിപ്പൽ G ധനേഷ് തുടങ്ങിയവർ ക്ലാസുകൾ എടുക്കും. വൈകുന്നേരം 5 മണിക്ക് പോലീസ് ക്ലബ്ബ് പരിസരത്തു നിന്നും ആരംഭിക്കുന്ന വോക്ക് ഫോർ ഓട്ടിസം പരിപാടിയിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുക്കും. മെഡിക്കൽ കോളേജിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിലെ രോഗികളുടെ ചികിത്സയ്ക്കായി സൃഷ്ടി കരകൗശല വസ്തുക്കളുടെ പ്രദർശനത്തിന് തുടക്കമായി. OISCA സെന്ററിൽ 3 ദിവസങ്ങളിൽ നടക്കുന്ന പ്രദർശനത്തിലെ വിൽപ്പന ഉദ്ഘാടനം OISCA ഇന്റർനാഷണൽ ഡയറക്ടർ ജനറൽ അരവിന്ദ് ബാബു നിർവഹിച്ചു. സൃഷ്ടി കരകൗശല സ്വയം സഹായ സംഘം സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മെഡിക്കൽ കോളേജിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിലെ രോഗികളെ ശുശ്രൂഷിക്കാനായി കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിച്ചു. 3 ദിവസങ്ങളായി OISCA സെന്ററിൽ നടക്കുന്ന പ്രദർശനത്തിൽ കേന്ദ്ര സർക്കാർ വസ്ത്ര മന്ത്രാലയത്തിന്റെ AHVY പദ്ധതി പ്രകാരം തയ്യാറാക്കിയ വസ്തുക്കളാണ് വിൽപ്പനയ്ക്കായി ഒരുക്കിയത്. ടെറാക്കോട്ട ആഭരണങ്ങൾ, ക്രോഷ്യോ ആഭരണങ്ങൾ, 600 മുതൽ 9,000 രൂപ വില വരുന്ന ഡിസൈനർ സാരികൾ, മ്യൂറൽ പെയിന്റിംഗ്, ബെഡ്ഷീറ്റുകൾ, സോഫ കവറുകൾ, കളിപ്പാട്ടങ്ങൾ തുടങ്ങിയ നിരവധി വസ്തുക്കളാണ് പ്രദർശനത്തിലുള്ളത്. പ്രദർശനത്തിന്റെ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും OISCA ഇന്റർനാഷണൽ ഡയറക്ടർ ജനറൽ അരവിന്ദ് ബാബു നിർവഹിച്ചു. OISCA വനിതാ വിഭാഗം സെക്രട്ടറി സീന വിജയൻ, കാലിക്കറ്റ് ചാപ്റ്റർ പ്രസിഡന്റ് PD മാത്യു, സെക്രട്ടറി സതീശൻ, നളിനാക്ഷൻ, ഫൗസിയ തുടങ്ങിയവർ സംബന്ധിച്ചു. വിൽപ്പനയുടെ ലാഭവിഹിതത്തിന്റെ 10% നിർധനരായ രോഗികളുടെ ചികിത്സയ്ക്കായി നൽകും. കോഴിക്കോട് ജില്ലാ മദ്യ വ്യവസായ തൊഴിലാളി യൂണിയൻ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. CITU സെന്ററിൽ നടന്ന പരിപാടി കൌൺസിലർ ചേമ്പിൽ വിവേകാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ മദ്യ വ്യവസായ തൊഴിലാളി യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമം നടന്നു. CITU സെന്ററിൽ സംഘടിപ്പിച്ച സംഗമം കൌൺസിലർ ചേമ്പിൽ വിവേകാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. നോക്കൂ, നമുക്കും ചോദിക്കാവുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്.
ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാവുന്നുണ്ട്. നമ്മളൊക്കെ ഒറ്റപ്പെട്ട വ്യക്തികൾ എന്നുള്ള രീതിയിൽ ചോദിക്കാതിരിക്കുകയാണ്. വിവരാവകാശ നിയമപ്രകാരമൊക്കെ ചോദിക്കാവുന്ന നൂറുകണക്കിന് ചോദ്യങ്ങളിലൂടെ ധാരാളം സത്യങ്ങൾ ഇപ്പോൾ വിളിച്ചു വരുന്നുണ്ട്. കോടതി പറഞ്ഞു, കെട്ടിക്കിടക്കുന്ന ധാന്യങ്ങളെടുത്ത് നിങ്ങൾ മനുഷ്യർക്ക് കൊടുക്കുക, ഇന്ത്യയിൽ വിശക്കുന്ന മനുഷ്യർക്ക് കൊടുക്കുക. എന്താണ് സോണിയാഗാന്ധി പറഞ്ഞത്? എന്താണ് മൻമോഹൻ സിംഗ് പറഞ്ഞത്? നല്ല കാര്യങ്ങൾ മാത്രമേ പറയൂ, നല്ല ഷർട്ടുകൾ കീറിയതിന് ശേഷം മാത്രമേ ഉടുക്കൂ. നടന്ന കാര്യമല്ല, ഞങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കുന്നു. അതിന്റെ അർത്ഥം കോടതിക്ക് ഇതിൽ ഇടപെടാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞു. ഇന്ത്യൻ ജുഡീഷ്യറിക്ക്, ഇന്ത്യൻ എക്സിക്യൂട്ടീവ് പറയുന്ന താന്തോചിത്തങ്ങളെ ചോദ്യം ചെയ്യുവാനുള്ള യാതൊരു അധികാരവും ഇല്ലാതെ സാധാരണ രീതിയിൽ എന്താ പറയേണ്ടത്? കോടതിയിൽ പോയിട്ട് എന്താ പറയാ? സർ, ബഹുമാനപ്പെട്ട കോടതി, ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, നാളെ തന്നെ കൊടുത്തോളാം. അതല്ല നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നത്. നമ്മുടെ ഗവൺമെന്റ് എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നോക്കുന്നത് പടിഞ്ഞാറോട്ടാണ്. പടിഞ്ഞാറോട്ട് നോക്കാൻ കാരണം പടിഞ്ഞാറ് എന്തെങ്കിലും പ്രത്യേകിച്ചുള്ളത് കൊണ്ടല്ല. പടിഞ്ഞാറോട്ട് നോക്കാൻ കാരണം അവിടെയാണ് പാശ്ചാത്യ രാജ്യങ്ങളുള്ളത്. ചടങ്ങിൽ INTUസിൽ നിന്ന് രാജിവെച്ച സതീശൻ കുണ്ടുപറമ്പിന് സ്വീകരണവും നൽകി. യൂണിയൻ വൈസ് പ്രസിഡന്റ് M. മോഹനൻ പരിപാടിയിൽ അധ്യക്ഷം വഹിച്ചു. CK മണിലാൽ, TT ജോണി, BM ശശി, KGNO മെമ്പർ ഉഷാറാണി എന്നിവർ സംബന്ധിച്ചു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. Galaxy made of ABS material. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദവിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. മാനാഞ്ചിറ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം പൊളിച്ചു പണിയുന്നു. പുത്തൻ കെട്ടിടം 2 മാസത്തിനകം പണി കഴിയും. സാമൂതിരി രാജാവിന്റെ കാലത്തുള്ള കെട്ടിടമാണ് ഇപ്പോൾ പൊളിക്കുന്നത്. MLA ഫണ്ടിൽ നിന്നും ലഭിച്ച 1 കോടി രൂപ ചിലവിലാണ് കെട്ടിടം പണിയുന്നത്. 2 മാസം മുൻപ് സ്ഥലം MLA കൂടിയായ മന്ത്രി MK മുനീർ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചിരുന്നു. 2 മാസത്തിനുള്ളിൽ പുതിയ സ്കൂൾ കെട്ടിടം പണി കഴിയുമെന്ന് PTA പ്രസിഡന്റ് NA റസാഖ് പറഞ്ഞു. വേനൽ അവധിയിൽ കെട്ടിടം പണി പൂർണ്ണമായും തീരുമെന്നാണ് കരാറുകാരും പറയുന്നത്. പണി പൂർത്തിയാവുന്നതോടെ മൈതാനത്തിന് 30 മീറ്റർ വീതി കൂടി കിട്ടുകയും ചെയ്യും. 3 നിലയിലുള്ള കെട്ടിടത്തിനാണ് അനുമതിയുള്ളത്. 1 നിലയുള്ള കെട്ടിടമാണ് ഇപ്പോൾ പണി കഴിക്കുന്നത്. കെട്ടിടം പൊളിക്കുന്ന പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഓടും മേൽക്കൂരയും താഴെ ഇറക്കി. ചുവരിലെ കല്ലുകൾ ഇളക്കി മാറ്റുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. ഏപ്രിൽ മാസം ആദ്യവാരത്തോടെ കെട്ടിടം പണി ആരംഭിക്കും. സാമൂതിരി രാജാവിന്റെ കാലത്ത് ഇംഗ്ലീഷുകാരുടെ ആശുപത്രിയായിരുന്നുവത്രേ ഇപ്പോഴത്തെ സ്കൂൾ. ആശുപത്രിയുടെ ചില തെളിവുകളും ഇവിടെയുണ്ട്. PWD ആണ് കെട്ടിടം പണിക്ക് മേൽനോട്ടം വഹിക്കുന്നത്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കോഴിക്കോട് കോർപ്പറേഷൻ വർഷം തോറും നടത്തിവരാറുള്ള ആരോഗ്യ വിദ്യാഭ്യാസ കാർഷിക പ്രദർശനം ഈ വർഷം ഏപ്രിൽ 3 ആരംഭിക്കും. കോഴിക്കോട് സ്വപ്നനഗരിയിൽ നടക്കുന്ന എക്സിബിഷൻ ഏറെ വ്യത്യസ്തതകളോടെ ഇത് 41ാം വർഷം പിന്നിടുകയാണെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഇന്ത്യയിലും വിദേശത്തുമുള്ള നിരവധി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഒരുക്കിക്കൊണ്ട് 150ലധികം എയർ കണ്ടീഷൻ, നോൺ എയർ കണ്ടീഷൻ കമേഴ്ഷ്യൽ പവലിയനുകൾ പ്രദർശന നഗരിയിലുണ്ട്. പ്രദർശനം 45 ദിവസം നീണ്ടുനിൽക്കും. അറിയിപ്പുകൾ. കേരള തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ ലഭിക്കുന്ന മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ ഗുണഭോക്താക്കൾക്കുള്ള പെൻഷൻ വിതരണം ഏപ്രിൽ 3, 4, 5, 7, 8 തീയതികളിൽ കോഴിക്കോട് ജില്ലാ ഓഫീസിൽ നടത്തുമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. പട്ടർപാലം കോക്കനട്ട് പ്രൊഡ്യൂസേഴ്സ് ഫെഡറേഷൻ കൃഷിഭവനിൽ നീരാച്ചത്തലിൽ പരിശീലനം നൽകും. 18നും 50നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. സ്ത്രീകളെയും പരിഗണിക്കും. 15നകം അപേക്ഷിക്കണം. ഫോൺ 9946000861. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. TP വധക്കേസിൽ CBI വരില്ലെന്ന് CPM ആശ്വസിക്കേണ്ടെന്ന് പ്രതിരോധ മന്ത്രി AK ആന്റണി. CPMന്റെ ആഹ്ലാദം അവർ പ്രതികളാണെന്നതിന് തെളിവാണെന്നും ആന്റണി. UDFന് പശ്ചിമഘട്ട മേഖലയിൽ 1 സീറ്റ് പോലും ലഭിക്കില്ലെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ്.
ട്രഷറി നിയന്ത്രണത്തിന്റെ പേരിൽ CPM-ഉം സർക്കാരും ഏറ്റുമുട്ടുന്നു. ജില്ലാ ട്രഷറി ഉപരോധിക്കാനെത്തിയവരിൽ മേയറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Galaxy made of ABS material.